എല്ലാവർക്കും സുഖമാണോ? വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം. ഇപ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മൂക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. എൻ്റെ പഴയ ചാനൽ പോയി പുതിയ ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഞാൻ ഇന്നലെ മുതൽ ലൈവ്, ഇന്നലെയെന്ന് വെച്ചാൽ 31-ാം തീയതി മുതൽ ലൈവ് ഇടാൻ തുടങ്ങി. ഇനി എൻ്റെ ലൈവിൽ എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഈ കുക്കറിൽ വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലപോലെ വേവിച്ച് ആറിയിരിക്കുകയാണ് കേട്ടോ. അത് സെറ്റാക്കി ആറിയതിന് ശേഷം രാവിലെ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ അതാണ് ചൂട് കാണാത്തത്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എൻ്റെ പഴയ ചാനൽ പോയത് വളരെ വിഷമമുണ്ട്. 2000 സബ് ഉണ്ടായിരുന്നു അതിൽ. ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ പ്രേക്ഷകൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും എൻ്റെ ലൈവിൽ നിന്ന് എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. നിങ്ങളെല്ലാവരും ഇനിയും എനിക്ക് മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ഞാൻ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ആയിട്ടൊന്നും നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് ഇടുന്നില്ല. ഞാൻ എന്താണ് നമ്മളെ വീട്ടിൽ ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഇത് നല്ല ഫ്രൈ ചെയ്ത്, ഈ ബീഫ് നല്ല ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ. അതിനിടയ്ക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ വീഡിയോസിൻ്റെ കാര്യവും എൻ്റെ ചാനലിൻ്റെ കാര്യവും കൂടെ നിങ്ങളെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബീഫാണ് കേട്ടോ, കുറച്ച് ബീഫാണ്. നമ്മൾ ബീഫ് ഫ്രൈ ഒരുവിധമെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കരിയുന്ന രീതി എടുക്കണ്ടെന്ന് വെച്ചിരിക്കുക. കറുകറായിരിക്കുന്ന രീതി വേണ്ട. ഈ പരുവം ഇതൊക്കെ ആയിട്ടുണ്ട്. ചിരിയും കൂടെ ഒന്ന് നോക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു ഐറ്റവും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഗോതമ്പിൻ്റെ മാവിൻ്റെ പുട്ടാണ്. ഇനി തേങ്ങ ഇഡ്ഡലിക്കുട്ടത്തിൽ വെക്കുക കേട്ടോ. ഇഡ്ഡലിക്കുട്ടത്തിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ എളുപ്പം അങ്ങ് ചുട്ട് റെഡിയാക്കി എടുക്കാമല്ലോ. ഇത് തേങ്ങ തിരികിയിടും. ഇതിൻ്റെ മേലെ തിരികിയിട്ട് ആവി വന്നതിന് ശേഷം ഇത് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ചിക്കി എടുക്കും. ഗോതമ്പ് പുട്ടും ബീഫ് ഫ്രൈയും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉച്ചത്തെ ഇതല്ലല്ലോ, എന്താണ് എൻ്റെ വീഡിയോസ് എന്നെ ആരും കളിയാക്കല്ലേ. എന്താ പറയണമെന്നറിയാൻ വയ്യ. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യുന്നു, പറയുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ കളിയാക്കല്ലേ. ഇനി തേങ്ങ തിരികിയിട്ട് പിന്നെ തീ കത്തിച്ചിട്ടില്ല. ഈ ഫ്രൈയുടെ പാത്രം ഫ്രൈ റെഡിയാക്കിയതിന് ശേഷം ഞാനത് ഈ അടുപ്പിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടും ഞങ്ങൾക്ക് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് ഫ്രൈയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ചെറിയൊരു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ പെട്ടെന്ന് കണ്ട് ലൈക്കും കമൻറ്റ് ഇട്ടിട്ട് പോകാനുള്ള ദയവുള്ള, ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്തൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോസാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കേ.